Welcome to Focus Area Class. P Block Elements. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ പരിശോധിക്കാം. ഡൈബോറൈനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബണിൻ്റെ അലോട്രോപ്പുകളെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബാക്കി രണ്ട് ഫോക്കസ് ഏരിയ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൂലകത്തിൻ്റെ അലോട്രോപ്സ് ഏതൊക്കെയാണ്? അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ രൂപാന്തരത്വം. കാർബൺ എന്ന് പറയുന്ന എലമെൻ്റ് പല രൂപത്തിലും കാണപ്പെടും. ഡയമണ്ടായും ഗ്രാഫൈറ്റായും കരിപ്പൊടിയായും എല്ലാം വരുന്നത് കാർബണാണ്. അപ്പോൾ കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറൻറ്റ് ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറൻറ്റ് ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. ഒരു നടൻ പല വേഷങ്ങൾ കിട്ടുന്ന പോലെ കാർബൺ പല ഫിസിക്കൽ ഫോംസ് സ്വീകരിക്കും. ഇതിനെയാണ് അലോട്രോപ്പി എന്ന് പറയുന്നത്. കാർബൺ തന്നെ ഗ്രാഫൈറ്റിൻ്റെ രൂപത്തിൽ വരും, വജ്രത്തിൻ്റെ ഡയമണ്ടിൻ്റെ രൂപത്തിൽ വരും. ഇതിനെയാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയുന്നത്. കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറൻറ്റ് ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. ദ ഫിനോമിനൻ, ഈ പ്രതിഭാസത്തിന് ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് അലോട്രോപ്പി. നല്ലൊരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. സെയിം കെമിക്കൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നല്ല അർത്ഥത്തിലാണ്. സെയിം കെമിക്കൽ എൻറ്റിറ്റി ബട്ട് ഡിഫറൻറ്റ് ഫിസിക്കൽ ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. അതായത് കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറൻറ്റ് ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. നോക്കൂ. കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറൻറ്റ് ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. ഏത് ഡെഫിനേഷൻ വേണമെങ്കിലും പഠിക്കാം. അല്ലെങ്കിൽ സെയിം കെമിക്കൽ എൻറ്റിറ്റി ബട്ട് ഡിഫറൻറ്റ് ഫിസിക്കൽ ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. ഇനി കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അലോട്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. ഓരോന്നിനെ കുറിച്ചും നമുക്ക് നോക്കാം. ഡയമണ്ടിൻ്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. ഡയമണ്ടിലെ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 ആയാൽ എന്താണ് പ്രത്യേകത? ഒരു കാർബൺ മറ്റു 4 കാർബണുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഏത് ആകൃതിയിലായിരിക്കും? ടെട്രാഹീഡ്രോൺ എന്ന് പറയുന്ന ആകൃതിയിൽ. 1 carbon atom is linked to 4 other carbon atoms in a tetrahedral fashion.
മീഥെയിൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടതാണ്. അതുപോലെ ഒരു കാർബൺ മറ്റു 4 കാർബണുമായിട്ട് ടെട്രാഹീഡ്രൽ ഫാഷനിൽ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കൂ. ഈച്ച് കാർബൺ ഈസ് ലിങ്ക്ഡ് ടു 4 അതർ കാർബൺ ആറ്റംസ് ഇൻ എ ടെട്രാഹീഡ്രൽ ഫാഷൻ. ഇനി കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് എത്രയാണ് ഡയമണ്ടിൽ? 154 PM, അതായത് പൈക്കോമീറ്റർ. കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഈസ് 154 PM. ഓരോ പോയിന്റുകളും നന്നായിട്ട് നോക്കണം. അടുത്ത പ്രത്യേകത, ഡയമണ്ടിൽ ഒരുപാട് കാർബണാറ്റങ്ങളുണ്ട്. ഒരു കാർബണാറ്റം മറ്റു 4 കാർബണാറ്റങ്ങളുമായി കൂടിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ കോവാലന്റ് ബോണ്ടിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഇതിൽ കാണുന്നത്. ഡയമണ്ടിൽ കോവാലന്റ് ബോണ്ടിൻ്റെ വലിയ ഒരു നെറ്റ്വർക്ക് കാണും. അതുകൊണ്ട് ഇതിനെ നെറ്റ്വർക്ക് സോളിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതൊരു കോവാലന്റ് സോളിഡ് ആണ്, കാരണം കോവാലന്റ് ബോണ്ടാണുള്ളത്. ഇതിനെ നെറ്റ്വർക്ക് സോളിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഡയമണ്ട് ഹാസ് റിജിഡ് 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ്. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ അല്ലേ ഒരു നെറ്റ്വർക്കാണ് ഡയമണ്ടിൽ കാണുന്നത്. അത് 3-dimensional ആണ്. ഈ സ്ട്രോങ് നെറ്റ്വർക്ക് കാരണമാണ് ഡയമണ്ട് ഹാർഡായി മാറിയത്. അപ്പോൾ ഡയമണ്ട് ഈസ് ഹാർഡ് ഡ്യൂ ടു നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ട്സ്. ഇപ്പോൾ നോക്കൂ ആ പോയിന്റ്. ഡയമണ്ട് ഹാസ് റിജിഡ് 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ്. സോ ഡയമണ്ട് ഈസ് ഹാർഡ്. വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സോ ഡയമണ്ട് ഈസ് ഹാർഡ്. അതുകൊണ്ട് ഡയമണ്ട് നല്ല ഉറപ്പുള്ളതാണ്. സോ ഡയമണ്ട് ഈസ് ഹാർഡ്. ഡയമണ്ട് ഈസ് കോവാലന്റ് സോളിഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്, അങ്ങനെയൊക്കെ പറയാം. ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, ഒരു കാർബൺ 1, 2, 3, 4 കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട് ഇൻ എ ടെട്രാഹീഡ്രൽ ഫാഷൻ. നോക്കിയാൽ നമുക്കറിയാം കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് 154 PM ആണ്. നിങ്ങൾ ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഡയമണ്ടിൻ്റെ ഏതാണ് പ്രത്യേകതകൾ. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റാൻസ് ഓൺ എർത്ത്. ഭൂമിയിൽ കാണുന്ന ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഡയമണ്ട്. കാരണം എന്താണ്? ആസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് എക്സ്റ്റെൻഡഡ് കോവാലന്റ് ബോണ്ടിങ്. കോവാലന്റ് ബോണ്ടിങ്ങിൻ്റെ ഒരു നെറ്റ്വർക്കാണ് കാണുന്നത്, എക്സ്റ്റെൻഡഡ് നെറ്റ്വർക്കാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഡയമണ്ട് ഈസ് വെരി ഹാർഡ് ഡ്യൂ ടു സ്ട്രോങ് കോവാലന്റ് ബോണ്ട്, ഡ്യൂ ടു നെറ്റ്വർക്ക് ഓഫ് സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ്. ധാരാളം കോവാലന്റ് ബോണ്ടുകളുണ്ട്. ഒരു നെറ്റ്വർക്കാണ് കോവാലന്റ് ബോണ്ടിൻ്റെ കാണുന്നത്. ഇത് കാരണമാണ് ഡയമണ്ട് ഹാർഡായി മാറിയത്. ഹാർഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, അല്ലേ? ഇറ്റ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ്. വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ്. ഏറ്റവും കാഠിന്യം കൂടിയ വസ്തു ഡയമണ്ടാണ്. പക്ഷേ ഡയമണ്ടിനേക്കാൾ കാഠിന്യമേറിയ ഒരു പദാർത്ഥമുണ്ട്. അതിൻ്റെ പേര് നോർബൈഡ് എന്നാണ്. നമുക്ക് പഠിക്കാനൊന്നുമില്ല. നോർബൈഡ് B4C, ബോറോണിൻ്റെ കാർബൈഡാണ് B4C. അപ്പോൾ അത് മനുഷ്യനിർമ്മിതമാണ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള പദാർത്ഥം ഏതാണ്? ഡയമണ്ടാണ്. ഓക്കെ, അടുത്ത പ്രത്യേകത, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് an abrasive for sharpening hard tools. ഉപകരണങ്ങളുടെ മൂർച്ച കൂട്ടാൻ ഡയമണ്ട് ഉപയോഗിക്കും. നല്ല മൂർച്ച കൂട്ടാൻ, ഷാർപ്പൻ ചെയ്യാൻ, ടൂൾസ് ഷാർപ്പൻ ചെയ്യാൻ ഡയമണ്ട് ഉപയോഗിക്കും. ഇതിനെ അബ്രേസീവ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഉരതാൻ ഉപയോഗിക്കുന്നത്. ഉപകരണങ്ങളൊക്കെ ഉരതി നല്ല ഷാർപ്പാക്കി മാറ്റാൻ ഉപയോഗിക്കും. പിന്നെ ഡൈസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഡൈസ്, കളർ കൊടുക്കുന്ന കോമ്പൗണ്ടുകളെയാണ് ഡൈസ് എന്ന് പറയുന്നത്. വസ്ത്രങ്ങൾക്കും
അതുപോലെ ഭക്ഷണത്തിനൊക്കെ നിറം കൊടുക്കുന്ന പദാർത്ഥങ്ങളാണ് ഡൈസ്. അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് ഡയമണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ ഇലക്ട്രിക് ബൾബുകളിൽ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജ്വല്ലറിയിൽ അല്ലേ, ഡയമണ്ട് ഈസ് യൂസ്ഡ് ഇൻ ജ്വല്ലറി. അത് വേണമെങ്കിൽ എഴുതാം. ഡയമണ്ട് ഈസ് യൂസ്ഡ് ഇൻ ഡയമണ്ട് ഈസ് യൂസ്ഡ് ഇൻ ജ്വല്ലറി. ജ്വല്ലറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് ഉപയോഗങ്ങൾ പഠിച്ചു വെക്കണം. ഡയമണ്ടിൻ്റെ കാര്യങ്ങൾ ഇതാണ്. വളരെ ഹാർഡാണ്. സ്ട്രോങ് കോവാലൻ്റ് ബോണ്ടിൻ്റെ നെറ്റ്വർക്കുണ്ട്. മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലാണ്. ടൂൾസ് ഷാർപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അബ്രേസീവാണ് ഡയമണ്ട്. ജ്വല്ലറിയിൽ ഉപയോഗിക്കും. പിന്നെ ഡൈസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇത് വിശദമായി പഠിക്കുകയൊന്നും വേണ്ട, ആ പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ. അടുത്ത അലോട്രോപ്പിൻ്റെ പേരാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഹാസ് ലെയേർഡ് സ്ട്രക്ചർ. ലെയർ പോലെയുള്ള സ്ട്രക്ചറാണ്. നോക്കൂ, ഒരു ലെയർ മേലെ, പിന്നെ താഴെ മറ്റൊരു ലെയർ, അതിൻ്റെ താഴെ മറ്റൊരു ലെയർ. ഹെക്സഗണൽ ഷീറ്റുകളാണ്. കണ്ടോ, ഹെക്സഗൺ 6 സൈഡുള്ള അല്ലേ, ഇതൊരു പോളിഗൺ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ഹെക്സഗണൽ ഷീറ്റുകളായിട്ടാണ്. ഇതൊരു ലെയർ, ഇതിൻ്റെ താഴെ മറ്റൊരു ലെയർ. ലെയറുകളുടെ ഇടയിലുള്ള ദൂരം 340 PM ആണ്. 340 PM. താല്പര്യമുള്ളവർക്ക് ആ വാല്യൂ പഠിക്കാം. ഗ്രാഫൈറ്റിലെ കാർബൺ കാർബൺ ബോണ്ടിൻ്റെ നീളം 141.5 PM ആണ്. 141.5 PM ആണ്. ആ വാല്യൂ പറ്റുന്ന കുട്ടികൾക്ക് നോക്കി വയ്ക്കാം. ഓക്കെ. ഈ ലെയറുകൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ വീക്കാണ്. അതിനെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാം, വാണ്ടർവാൾസ് ഫോഴ്സസ്. അപ്പം ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ. ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ by van der Waals forces. Carbon carbon bond length within the layer is 141.5 PM. അടുത്ത പോയിന്റ്, ഈച്ച് കാർബൺ ആറ്റം ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഗ്രാഫൈറ്റിലെ ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. ഓരോ ലെയറിലും എന്താണ്? ഹെക്സഗണൽ റിങ്ങുകളാണ് ഉള്ളത്. ഈച്ച് ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് അല്ലേ, ഹെക്സഗണൽ റിങ്സ് ഓഫ് കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റത്തിൻ്റെ ഹെക്സഗണൽ റിങ്ങുകളാണ് കാണുന്നത്. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അടുത്ത പോയിന്റ്, ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ദ എൻറ്റയർ ഷീറ്റ്. ലെയറുകളുടെ ഇടയിലും ഈ ഷീറ്റിൻ്റെ മേലെയും എല്ലാം ഇലക്ട്രോൺസ് കാണുന്നുണ്ട്. ഡീലോക്കലൈസ്ഡ് ഓവർ, ഇലക്ട്രോണുകൾ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഡീലോക്കലൈസ് ചെയ്യുക, ലോക്കലൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ഓവർ ദി എൻറ്റയർ ഷീറ്റ്. അതായത് ഗ്രാഫൈറ്റ് കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. ഗ്രാഫൈറ്റ് ഫ്രീ ഇലക്ട്രോൺസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ദി എൻറ്റയർ ഷീറ്റ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് വൈദ്യുതിയെ കടത്തിവിടും. അതാണ് അടുത്ത പോയിന്റ്. ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ആസ് ഇലക്ട്രോൺസ് ആർ മൊബൈൽ എലോങ് ദി ഷീറ്റ്സ്. ഇലക്ട്രോണുകൾക്ക് ചലിക്കാൻ കഴിയും. മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിയും. അപ്പോൾ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ദി എൻറ്റയർ ഷീറ്റ്. സോ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഗ്രാഫൈറ്റ് നോൺ മെറ്റലാണ്, but it conducts electricity. Very important point. Graphite is a non-metal. അലോഹമാണ്. Non-metal. Graphite is a non-metal. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. But it conducts electricity. Very important point. വൈദ്യുതിയെ കടത്തിവിടുന്ന അലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ആണ്. അപ്പം ഗ്രാഫൈറ്റ് ഈസ് എ നോൺ മെറ്റൽ ബട്ട് ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
വൈദ്യുതിയെ കടത്തിവിടുന്ന അലോഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ദോ ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. അപ്പോൾ ഗ്രാഫൈറ്റ് ഒരു നോൺ മെറ്റലാണ്, പക്ഷെ അത് കറണ്ടിനെ കടത്തിവിടും. അതൊരു പ്രത്യേകതയാണ്. ഓക്കെ, ഇതൊരു ലൂബ്രിക്കൻ്റ് ആണ്. ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും മെഷീൻസ്. It is used as a dry lubricant in machines running at high temperature as it is very soft and slippery. ഗ്രാഫൈറ്റ് വളരെ സോഫ്റ്റാണ്. അപ്പം അതുകൊണ്ടൊരു ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് മെഷീൻസിൽ ഉപയോഗിക്കും. കാരണം എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് ബിക്കോസ് ഗ്രാഫൈറ്റ് ക്ലീവ്സ് ഈസിലി ബിറ്റ്വീൻ ദ ലെയേഴ്സ്. കണ്ടോ, ഗ്രാഫൈറ്റിന് ലെയർ പോലെയുള്ള സ്ട്രക്ചറാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ലെയറുകളെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും, കാരണം ലെയറുകൾ തമ്മിലുള്ള ദൂരം കൂടുതലാണ്, അട്രാക്ഷൻ കുറവാണ്. അപ്പോൾ ലെയറുകളെ നമുക്ക് മുറിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ ലൂബ്രിക്കൻ്റ് ആക്ഷൻ. ദാറ്റ് ഈസ് വൺ ലെയർ ക്യാൻ സ്ലിപ്പ് ഓവർ അനദർ. ദാറ്റ് ഈസ്, വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം, ദാറ്റ് ഈസ് one layer can slip over another. So graphite is a good lubricant. നല്ലൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ഗ്രാഫൈറ്റിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലൂബ്രിക്കൻ്റ്, ഒരു ലെയറിന് മറ്റൊരു ലെയറിൻ്റെ മേലെ തെന്നി നീങ്ങാൻ പറ്റും. സോ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് ലൂബ്രിക്കൻ്റ്. ഇതൊരു പ്രത്യേകതയാണ്. ഈ ലെയറുകളുടെ ഇടയിലുള്ള ദൂരം കൂടുതലാണ്, അതുകൊണ്ട് ആ ലെയറിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, ക്ലീവ് ചെയ്യാൻ പറ്റും, മുറിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് ലൂബ്രിക്കൻ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ അല്ലേ, നമ്മൾ കടലാസ് പെൻസിൽ എന്ന് പറയുന്ന ലെഡ് പെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. നമ്മൾ ബ്ലേഡ് കൊണ്ട് കണ്ടോ, അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറിപ്പിക്കാൻ പറ്റും, ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ലെയർ പോലെയുള്ള സ്ട്രക്ചർ കാരണമാണ്. അപ്പോൾ ലെഡ് പെൻസിൽ ഈസ് ഗ്രാഫൈറ്റ്. അതിൽ ലെഡൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. ലെഡ് പെൻസിലിൽ എത്ര ലെഡ് ഉണ്ട്? 0% ആണ്. അപ്പോൾ ലെഡ് പെൻസിൽ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ലെഡ് പെൻസിൽ ഈസ് ഗ്രാഫൈറ്റ്. പിന്നെ ഗ്രാഫൈറ്റ് റോഡ്സ് ആർ യൂസ്ഡ് ഇൻ ബാറ്ററീസ്. നമ്മളൊരു ബാറ്ററി തല്ലി പൊട്ടിച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു കറുത്ത ദണ്ട് കാണാം, ഒരു റോഡ് കാണാം, അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ബാറ്ററികൾ ഉണ്ടാക്കാൻ ഗ്രാഫൈറ്റ് ഉപയോഗിക്കും. കാരണം ഇരുമ്പൊക്കെ ഉപയോഗിച്ചാൽ ബാറ്ററിക്ക് വല്ലാതെ വെയിറ്റ് വരും, ഗ്രാഫൈറ്റ് അധികം വെയിറ്റ് ഇല്ല, പിന്നെ വൈദ്യുതി നന്നായി കടത്തിവിടും. സോ ഗ്രാഫൈറ്റ് റോഡ്സ് ആർ ഗുഡ് ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കും. സോ ദേ ആർ യൂസ്ഡ് ഇൻ ബാറ്ററീസ്. ഓക്കെ, അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഏതാനും പ്രത്യേകതകൾ നിങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കണം. ഇനി അടുത്ത് അലോട്രോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫുള്ളറീൻസ് ആർ ലേറ്റസ്റ്റ് ഡിസ്കവേർഡ് അലോട്രോപ്പ് ഓഫ് കാർബൺ. ലേറ്റസ്റ്റായി കണ്ടുപിടിച്ച അലോട്രോപ്പാണ് ഫുള്ളറീൻസ്. എക്സാമ്പിൾ C60, 60 കാർബൺ ആറ്റങ്ങൾ കൂടിച്ചേർന്ന ഫുള്ളറീനാണ്. അതുപോലെ 70 കാർബൺ ആറ്റങ്ങൾ കൂടിച്ചേർന്ന ഫുള്ളറീനുണ്ട്, 120 കാർബൺ ആറ്റങ്ങൾ ചേർന്ന ഫുള്ളറീൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫുള്ളറീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുള്ളറീൻസ് ഹാവ് കേജ് ലൈക്ക് സ്ട്രക്ചർ. ഒരു കൂട് പോലെയുള്ള സ്ട്രക്ചറാണ് ഫുള്ളറീൻസിനുള്ളത്. C60 മോളിക്യൂൾ ഈസ് കോൾഡ്, അല്ലെ, C60 എന്ന് പറയുന്ന ഫുള്ളറീനെ ഒരു പ്രത്യേക പേര് വിളിക്കും, ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്നാണ് അതിൻ്റെ പേര്. പ്രത്യേകം നോക്കി വെക്കണം. C60 ഇതിലൊരു ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. C60 ഹാസ് എ ഷേപ്പ് ലൈക്ക് എ സോസർ ബാർ. എങ്കിൽ ഒരു ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. കണ്ടോ, ഒരു കേജ് പോലെയുള്ള സ്ട്രക്ചറാണ്. 60 കാർബൺ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഇതുപോലെയുള്ള ഉണ്ടോ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ളർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പേര് ഇട്ടിട്ടുള്ളത്. ഫുട്ബോൾ മാതൃകയിലുള്ള കെട്ടിടമൊക്കെ ഫുള്ളർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ അലോട്രോപ്പിനും അതുപോലെയുള്ള ആകൃതിയാണ്, അതുകൊണ്ടാണ് ആ പേര് ഫുള്ളറീൻ എന്ന് വന്നത്. ഓക്കെ, C60യുടെ പ്രത്യേകത, C60 കണ്ടെയ്ൻസ് 26 മെമ്പേർഡ് റിങ്സ്.
6 മെമ്പേർഡ് റിങ്സ് 20 എണ്ണമുണ്ട് ആൻഡ് 12 5 മെമ്പേർഡ് റിങ്സ്. അപ്പോൾ C60യിൽ 6 മെമ്പേർഡ് റിങ്സ് എത്ര എണ്ണമുണ്ട്? 20 എണ്ണം. 6 കാർബൺ ആറ്റമുള്ള 20 റിങ്ങുണ്ട്. 5 കാർബൺ ആറ്റമുള്ള 12 റിങ്ങുണ്ട്. അതാണ് പറയുന്നത്. ഓൾ ദി കാർബൺ ആറ്റംസ് ആർ sp2 ഹൈബ്രിഡൈസ്ഡ്. കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഇതിൽ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉണ്ട്. ബോത്ത് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ C60. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് ഈസ് 143.5 pm. ബോണ്ട് ലെങ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ലെങ്ത് ഈസ് 138.3 pm. സ്പെറിക്കൽ ഫുള്ളറീൻസ് ആർ ഓൾസോ കാൾഡ് ബക്കി ബോൾസ്. മറ്റൊരു പേരുണ്ട് ബക്കി ബോൾസ്. സ്പെറിക്കൽ ഫുള്ളറീൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. ഈ പേരുകളൊക്കെ ഓർമ്മിച്ച് വയ്ക്കണം. ബക്കി ബോൾസ്. ഇപ്പോൾ ഫുള്ളറീൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഡിസ്കവേർഡ് അലോട്രോപ്പാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലാക്ക് പിഗ്മെൻറ്റ് ഇങ്ക്. ഇങ്കിലെ ബ്ലാക്ക് പിഗ്മെൻ്റ് ആയിട്ട് ഫുള്ളറീൻസ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫില്ലർ ഇൻ ഓട്ടോമൊബൈൽ ടയർസ്. ടയർ നിർമ്മാണത്തിൽ ഫുള്ളറീൻസ് ഉപയോഗിക്കാറുണ്ട്. ടയർ നിർമ്മാണത്തിൽ ഫുള്ളറീൻസ് ഉപയോഗിക്കാറുണ്ട്. ഫുള്ളറീൻസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഗ്രാഫൈറ്റ് ചൂടാക്കിയിട്ടാണ് ഫുള്ളറീൻ നിർമ്മിക്കുന്നത്. വേണമെങ്കിൽ അതൊന്ന് എഴുതാം. ഫുള്ളറീൻസ് are prepared by heating graphite by using an electric arc. ഒരു ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രിക് ആർക്ക്. in presence of noble gases ഏതെങ്കിലും വേണം. നോബിൾ ഗ്യാസസ് ലൈക്ക് ആർഗൺ ഓർ ക്രിപ്റ്റോ. ഏതായാലും കുഴപ്പമില്ല. ആർഗൺ ഓർ ക്രിപ്റ്റോ. ആർഗൺ AR ആണ്. ആർഗൺ ഓർ ക്രിപ്റ്റോ. ഇപ്പം ഗ്രാഫൈറ്റ് ചൂടാക്കിയിട്ടാണ് ഫുള്ളറീൻ കിട്ടുന്നത്. ഗ്രാഫൈറ്റിനെ ചൂടാക്കിയാൽ ഫുള്ളറീൻ കിട്ടും. ഒരു ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് ഗ്രാഫൈറ്റിനെ നമ്മൾ ചൂടാക്കണം. നോബിൾ ഗ്യാസിൻ്റെ പ്രസൻസിലാണ് ചൂടാക്കേണ്ടത്. ഇങ്ങനെയാണ് ഫുള്ളറീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കൂ. ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറീനും ക്രിസ്റ്റലൈൻ ഫോംസ് ആണ്. അടുത്ത വർഷം വിശദമായിട്ട് നമ്മൾ പഠിക്കും. സോളിഡുകൾ 2 തരത്തിലുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറീനും ക്രിസ്റ്റലൈൻ ഫോംസ് ആണ്. കാർബണിൻ്റെ അമോർഫസ് ഫോംസ് ഉണ്ട്. കരി എന്ന് പറയുന്നത് ചാർക്കോൾ അല്ലേ? ചാർക്കോൾ, കരി, കോൾ അല്ലെങ്കിൽ കൽക്കരി. ലാമ്പ് ബ്ലാക്ക് അല്ലേ? വിളക്കിൻ്റെ പുക നമ്മളൊരു കണ്ണാടി വെച്ച് കളക്ട് ചെയ്താൽ കരി കിട്ടും. ലാമ്പ് ബ്ലാക്ക്. ഇതെല്ലാം അമോർഫസ് ഫോംസ് ആണ്. അപ്പം കരി എന്ന് പറയുന്നത് അമോർഫസ് ഫോംസ് ആണ്. ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറീനും കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ ഫോംസ് ആണ്. അപ്പോൾ കെമിക്കലി സെയിം ബട്ട് ഫിസിക്കലി ഡിഫറെൻറ്റ് ഫോംസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. ഇമ്പോർട്ടൻറ്റ് അലോട്രോപ്സ് ഓഫ് കാർബൺ ആർ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. ഡയമണ്ട് ഹാർഡാണ്. sp3 ഹൈബ്രിഡൈസറാണ് കാർബൺ ആറ്റം അല്ലേ? വളരെ ഹാർഡാണ്. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. കോവാലൻ്റ് ബോണ്ടിൻ്റെ ഒരു നെറ്റ്വർക്കുണ്ട്. ജ്വല്ലറിയിൽ ഉപയോഗിക്കും. ടൂൾസ് ഷാർപ്പൺ ചെയ്യാനുള്ള അബ്രേസീവാണ്. ടെൻഷൻ ഫിലമെൻറ്റിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കും. അങ്ങനെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഗ്രാഫൈറ്റ് നല്ലൊരു കണ്ടക്ടറാണ് അല്ലേ? ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓവർ ദ എൻറ്റയർ ഷീറ്റ്. ദ ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടർ അല്ലേ? ദോ ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. അലോഹമാണ് ഗ്രാഫൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ കണ്ടക്ടർ. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. ഈച്ച് കാർബൺ ആറ്റം ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ലെഡ് പെൻസിൽ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. അത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു ലൂബ്രിക്കൻ്റ് ആണ്. ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് ലൂബ്രിക്കൻ്റ് ബിക്കോസ് ദ ലെയേഴ്സ് ക്യാൻ സ്ലിപ്പ്
അല്ലേ, ഓവർ അനദർ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നന്നായിട്ട് നോക്കി വയ്ക്കണം. ലേറ്റസ്റ്റ് ഡിസ്കവേർഡ് അലോട്രോപ്പാണ് ഫുള്ളറിൻ. ഗ്രാഫൈറ്റ് ചൂടാക്കിയിട്ടാണ് ഫുള്ളറിൻ കിട്ടുന്നത്. പലതരം ഫുള്ളറീൻസ് ഉണ്ട്. C60, C70, C120, അങ്ങനെ പലതരം ഫുള്ളറീൻസ് ഉണ്ട്. കേജ് പോലെയുള്ള അല്ലെ ഒരു കോഡ് പോലെയുള്ള സ്ട്രക്ചറാണ് ഇവർക്കുള്ളത്. C60 എന്നുള്ളതിന് ഒരു ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചറാണ് C60 എന്നുള്ളതിന്. അതിൽ 20 6 മെമ്പേർഡ് റിങ്സ് ഉണ്ട്, 15 5 മെമ്പേർഡ് റിങ്സ് ഉണ്ട്. ഇത് ഇങ്കിലെ ബ്ലാക്ക് പിഗ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കും, ടയർ നിർമ്മാണത്തിലെ ഫില്ലറായിട്ട് ഉപയോഗിക്കും. ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.